ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു വേൾഡ് ഓഫ് ലേണിംഗ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 7ാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷ് ഓണം എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെ പാറ്റേണിലാണ് എന്നുള്ളതാണ്. ഇംഗ്ലീഷിൽ ഈ വീഡിയോയിലുള്ള പറയുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ ചോദിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണം. മുഴുവനായിട്ട് കണ്ടാൽ മാത്രം പോരാ, വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന ഡിസ്കോഴ്സുകൾ അതേപോലെ നിങ്ങൾ ഓരോ ചാപ്റ്റർ വെച്ച് പ്രാക്ടീസ് ചെയ്ത് കൂടി നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായും 25 ഔട്ട് ഓഫ് 25 സ്കോർ ചെയ്യാനായിട്ട് പറ്റും. അപ്പം ഏതൊക്കെ പ്രധാനപ്പെട്ട ഡിസ്കോഴ്സാണ് ഇപ്രാവശ്യത്തെ ഓണം എക്സാമിന് ചോദിക്കാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കാം. ഉള്ളതുപോലെ തന്നെ നമ്മുടെ എക്സാമിന് 5 ആക്ടിവിറ്റീസ് ആയിരിക്കും ഉണ്ടാവുക. 5നും 5 മാർക്ക് വീതമാണ് ഉണ്ടാവുക. അങ്ങനെ ഔട്ട് ഓഫ് 25ലാണ് ഇംഗ്ലീഷിൻ്റെ എക്സാം വരിക. അപ്പം അതിൽ ആദ്യത്തെ 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്തായാലും കോംപ്രഹെൻഷൻ ക്വസ്റ്റ്യൻ ആയിരിക്കും. കോംപ്രഹെൻഷൻ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ഒന്നെങ്കിൽ പാസേജ് വരാം. പാസേജ് എന്ന് പറയുമ്പോൾ ഒരു പാരഗ്രാഫ് തന്നിട്ട് അതുമായിട്ട് റിലേറ്റ് ചെയ്ത കുറച്ച് ക്വസ്റ്റ്യൻസ്, അതിൻ്റെ ആൻസേഴ്സ് എഴുതാനുള്ളതായിരിക്കും ആദ്യത്തെ ക്വസ്റ്റ്യൻസ്. അതായത് പാസേജ് എന്ന് പറയുന്നത് നിങ്ങളുടെ ചാപ്റ്ററിലുള്ള പാരഗ്രാഫൊന്നും ആയിരിക്കില്ല, പുറമേയുള്ള ഏതെങ്കിലും ഒരു സ്റ്റോറിയോ പുറമേയുള്ള ഏതെങ്കിലും ഒരു പാരഗ്രാഫ് ആയിരിക്കും. അതപ്പം നല്ല രീതിയിൽ വായിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ് അത് സ്കോർ ചെയ്യാനുള്ള ഏറ്റവും എളുപ്പമായ മാർഗം. അപ്പം പാസേജ് അല്ലെങ്കിൽ പോയം ആണ് കോംപ്രഹെൻഷനായിട്ട് ചോദിക്കുക. ഒന്നെങ്കിൽ ഒരു പാസേജ് തരും അല്ലെങ്കിൽ ഒരു പോയം തരും. പോയം തന്നിട്ടുണ്ടെങ്കിൽ ഇപ്രാവശ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മെയിൻ കാര്യങ്ങളാണ്. നമ്മൾ 7th ഇംഗ്ലീഷിൻ്റെ ചാപ്റ്റേഴ്സിൽ പോയത്തിലെല്ലാത്തിലും നമ്മൾ കുറച്ച് പോയറ്റിക് ഡിവൈസസ് പഠിക്കുന്നുണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിലേതെങ്കിലും ഒരെണ്ണം പോയം കോംപ്രഹെൻഷനായി ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായും ഇതിലേതെങ്കിലും ഒരെണ്ണം 1 മാർക്ക് ക്വസ്റ്റ്യനായിട്ട് ചോദിക്കും. അതായത് അലിട്രേഷൻ, അസൊണൻസ്, റിഫ്രെയിൻ, റൈമിംഗ് വേർഡ്സ്, റൈമിംഗ് സ്കീം, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. ഇത് ഓരോന്നും എന്താണെന്നുള്ളത് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ വർക്കൗട്ട് ചെയ്ത് പോയിട്ടുള്ളതാണ്. അപ്പം അത് ഓരോന്നും കൃത്യമായിട്ട് പഠിക്കുക. എങ്ങനെയാണ് ഒരു പോയത്തിൽ നിന്ന് അലിട്രേഷൻ കണ്ടുപിടിക്കുന്നത്, എങ്ങനെയാണ് ഒരു പോയത്തിൽ നിന്ന് അസോണൻസിൻ്റെ എക്സാമ്പിൾ കണ്ടുപിടിക്കുന്നത്, എങ്ങനെയാണ് ഒരു പോയത്തിൽ നിന്ന് റിഫ്രെയിൻ്റെ എക്സാമ്പിൾ കണ്ടുപിടിക്കുന്നത്, റൈമിംഗ് വേർഡ്സ് എങ്ങനെ കണ്ടുപിടിക്കാം, റൈമിംഗ് സ്കീം ഇപ്രാവശ്യം നിങ്ങൾ പുതുതായിട്ട് പഠിച്ചതാണ് റൈമിംഗ് സ്കീം കണ്ടുപിടിക്കാൻ. അങ്ങനെ ഒരു പോയത്തിൻ്റെ റൈമിംഗ് സ്കീം എങ്ങനെ കണ്ടുപിടിക്കാം, ഈ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ടാവണം. പോയം ആണ് കോംപ്രഹെൻഷൻ വരുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഇതിലേതെങ്കിലും ഒരെണ്ണം ചോദിക്കും. അപ്പം അടുത്തത് എന്ന് പറയുന്നത് തോട്ട് റൈറ്റിംഗ് ആണ്. നമ്മൾ ഓൾറെഡി വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഒരു എക്സാമ്പിളായിട്ട് തോട്ട് റൈറ്റിംഗ് കാണാത്തവരുണ്ടെങ്കിൽ കാണുക. തോട്ട് റൈറ്റിംഗ് എന്ന് പറയുന്നുണ്ടെങ്കിൽ ഒരു സിറ്റുവേഷൻ തന്നിട്ട് ആ സിറ്റുവേഷനിൽ ആ ക്യാരക്ടർ ഏത് രീതിയിലായിരിക്കും ചിന്തിക്കുക എന്നുള്ളതാണ് തോട്ട് റൈറ്റിങ്ങിൽ ചോദിച്ച് കാണാറുള്ളത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ റോബോട്ട് വിത്ത് എ വൈറസ് എന്നുള്ള ചാപ്റ്റർ ആണെങ്കിൽ അതിൽ റോബോട്ട് എല്ലാം മോഷ്ടിക്കുന്ന കണ്ട സമയത്ത് റിക്കി എന്തായിരിക്കാം ചിന്തിച്ചിട്ടുണ്ടാവുക, ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും തോട്ട് റൈറ്റിങ്ങിൽ വരിക. അടുത്ത ക്വസ്റ്റ്യൻ സ്പീച്ചാണ്. സ്പീച്ച് കമ്പൽസറി ആണോ എന്ന് ചോദിച്ചാൽ അല്ല, നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യനാണ് സ്പീച്ച്. കമ്പൽസറി അല്ല എന്ന് പറയാനുള്ള കാരണം നമ്മൾ സ്പീച്ച് റിലേറ്റ് ചെയ്തിട്ടുള്ള ചാപ്റ്റേഴ്സൊന്നും പഠിച്ചിട്ടില്ല. പക്ഷേ 7th സ്റ്റാൻഡേർഡ് ആയതുകൊണ്ട് നിങ്ങൾക്ക് സ്പീച്ച് പ്രതീക്ഷിക്കാം എക്സാമിന്. അടുത്തൊരു ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഡയറി എൻട്രി ആണ്. ഡയറി എൻട്രി മിക്കവാറും ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. കാരണം ഓൾറെഡി നമ്മൾ എ ഡോൾസ് ജേർണി എന്ന ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് ഇംഗ്ലീഷിൽ നമ്മൾ ഡയറി എൻട്രി പഠിച്ചിട്ടുണ്ട്. അപ്പം അത് ഏത് ചാപ്റ്ററിൽ നിന്നും ഒരു ഡയറി എൻട്രി ചോദിക്കാം. ചിലപ്പോൾ ഗ്ലിംസസ് ഓഫ് നേച്ചർ ആ പുസ്തകം, ആ ഒരു ട്രാവൽ എക്സ്പീരിയൻസ് വായിച്ചതിന് ശേഷം ഒരു ഡയറി എഴുതാനുള്ള എക്സ്പീരിയൻസ് ചോദിക്കാം. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ എ ഡോൾസ് ജേർണിയിൽ നിന്ന് തന്നെ ചിലപ്പം കാഫ്കയുടെ ഡയറി എൻട്രി ചോദിക്കാം. അതുപോലെ അങ്ങനെ ചാപ്റ്ററായിട്ട് റിലേറ്റ് ചെയ്ത ഡയറി എൻട്രി ചോദിക്കാനുള്ള സാധ്യത ഉണ്ട്. അടുത്തത് കോൺവെർസേഷനാണ്. കോൺവെർസേഷൻ മിക്കവാറും പ്രാവശ്യവും ചോദിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്രാവശ്യവും എക്സ്പെക്റ്റ് ചെയ്യാം ഏതെങ്കിലും ക്യാരക്ടർ, ചിലപ്പം കാഫ്കയും ലിറ്റിൽ ഗേളും തമ്മിലുള്ളതാവാം, അല്ലെങ്കിൽ ലിറ്റിൽ ഗേളും ഫ്രണ്ടും തമ്മിലുള്ളതാവാം, അല്ലെങ്കിൽ ഇപ്പം ഗ്ലിംസസ് ഓഫ് നേച്ചറിൽ ആ എഴുത്തുകാരനെ നമുക്ക് കാണാൻ അവസരം കിട്ടിയാൽ നമ്മളും ആ എഴുത്തുകാരനും തമ്മിലുള്ള കോൺവെർസേഷൻ ആവാം. ആ രീതിയിൽ ഉള്ള കോൺവെർസേഷൻസ് നമുക്ക് പ്രതീക്ഷിക്കാം.
പിന്നെ ലെറ്റർ റൈറ്റിംഗ് ആണ്. ലെറ്റർ റൈറ്റിങ്ങും നമുക്ക് നിങ്ങൾ മേജറായിട്ട് ഇംഗ്ലീഷിൽ ആ പറഞ്ഞിരിക്കുന്ന സ്റ്റോറീസ്, ഗ്ലിംസസ് ഓഫ് നേച്ചർ, എ ഡോൾസ് ജേർണി ആൻഡ് റോബോട്ട് വിത്ത് എ വൈറസ്, എ സ്റ്റോറി ഓഫ് മൈ ലൈഫ്, ഈ 4 ചാപ്റ്റേഴ്സ് കൃത്യമായിട്ട് പഠിച്ചിരിക്കുക. ഈ 4 ചാപ്റ്റേഴ്സിൽ നിന്നായിരിക്കും മെയിൻ ഡിസ്കോഴ്സസ് ആയ ലെറ്റർ, ഡയറി, കോൺവെർസേഷൻ പോലുള്ള കാര്യങ്ങൾ വരിക. അപ്പോൾ ആ ചാപ്റ്ററുകൾ അറിഞ്ഞിരുന്നാൽ മാത്രമേ നിങ്ങൾക്കത് ക്ലിയർ ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഈ ചാപ്റ്ററുകളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഡിസ്കോഴ്സസുകളായിരിക്കും നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കാം. ഓക്കെ, ഇമെയിൽ കൺസ്ട്രക്ഷൻ. നമ്മളുടെ റിക്യൂയുടെ ചാപ്റ്റർ കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ ടെസ്റ്റുവൽ ആക്ടിവിറ്റിയിലുള്ള ഒരു ആക്ടിവിറ്റിയാണ് ഇമെയിൽ കൺസ്ട്രക്ഷൻ. അപ്പോൾ ഒരു ടോപ്പിക്ക് തന്നിട്ട് അതുമായിട്ട് റിലേറ്റ് ചെയ്ത ഒരു ഇമെയിൽ കൺസ്ട്രക്ഷനുള്ള ക്വസ്റ്റ്യനും വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ഇമെയിലിൻ്റെ ഫോർമാറ്റ് എന്താണെന്നുള്ളത് ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട്. ഇത് കൃത്യമായിട്ട് ഇമെയിലിൻ്റെ ഫോർമാറ്റ് പഠിക്കുക. പോസ്റ്റർ മേക്കിംഗ് ഒരു എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻ ആണ്. കാരണം ഇലക്ട്രോണിക് ഡിവൈസിൻ്റെ മിസ്യൂസും കാര്യങ്ങളൊക്കെ ആയിട്ട് പോസ്റ്റർ ഡിസൈനിങ് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പഠിച്ചിട്ടുണ്ട്. എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പം റെലവൻ്റ് ആയ ഏതെങ്കിലും ഒരു ഇഷ്യൂ റിലേറ്റഡ് പോസ്റ്റർ മേക്കിംഗ് വരാം. അപ്പോൾ ആ പോസ്റ്റർ മേക്കിംഗ് വരുന്ന സമയത്ത് കറക്റ്റായ സെൻറ്റൻസ്, ക്ലിയറായ പ്രിസൈസായ സെൻറ്റൻസുകൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ആ ടോപ്പിക്കുമായിട്ട് റിലേറ്റ് ചെയ്ത ഒരു പിക്ചേഴ്സും കാര്യങ്ങളൊക്കെ വരയ്ക്കാനും ലേഔട്ടും കാര്യങ്ങളൊക്കെ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ക്യാരക്ടർ സ്കെച്ച്. ഓരോ ചാപ്റ്റർ കഴിയുമ്പോഴും ആ ചാപ്റ്ററിലെ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടേഴ്സ് ആരൊക്കെയാണ്, ആ ക്യാരക്ടേഴ്സ് ഓരോ സിറ്റുവേഷനിലും അവരുടെ സ്വഭാവം എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കാം. ഇതാണ് ട്രാവൽ എക്സ്പീരിയൻസ് ഓർ ഡിസ്ക്രിപ്ഷൻ. ട്രാവൽ എക്സ്പീരിയൻസ് നമ്മൾ പറഞ്ഞ പോലെ ഗ്ലിംസസ് ഓഫ് എമിറേറ്റ്സിൻ്റെ ചാപ്റ്ററുമായിട്ട് റിലേറ്റ് ചെയ്ത ട്രാവൽ എക്സ്പീരിയൻസ്, അതായത് നിങ്ങൾ എവിടെയെങ്കിലും പോയതിൻ്റെ ട്രാവൽ എക്സ്പീരിയൻസ് ചോദിക്കാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ സാധാരണ ചോദിച്ച് കാണുന്നതാണ്. ചിലപ്പം കുറച്ച് ഇവൻറ്റ്സ് തന്നിട്ട് അത് ഡിസ്ക്രൈബ് ചെയ്യാനായിരിക്കാം, അല്ലെങ്കിൽ ഒരു പിക്ചർ മാത്രം തന്നിട്ട് അതിൻ്റെ അകത്തുള്ള കാര്യങ്ങൾ ഡിസ്ക്രൈബ് ചെയ്യാനായിരിക്കാം. ഈ കുറേ ഇവൻറ്റ്സ് തന്നിട്ട് അത് ഡിസ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് ഓരോ ഇവൻറ്റും തമ്മിൽ കൃത്യമായ കണക്ഷൻസ് ഉണ്ട്, കൃത്യമായ സെൻറ്റൻസുകൾ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക. അടുത്തത് പസിലാണ്. പസിൽ മേക്കിംഗ്, അതും ഔട്ട്സൈഡ് ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്. കുറച്ച് വൊക്കാബുലറിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ക്ലിയർ ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു ഡിസ്കോഴ്സാണ് പസിൽ. ദെൻ റീഅറേഞ്ചിങ് ഈവൻറ്റ്സ്. ഓരോ ചാപ്റ്ററിലെയും ഈ പറഞ്ഞിരിക്കുന്ന 4 ചാപ്റ്റർ പറഞ്ഞിട്ടുണ്ടല്ലോ മേജറായിട്ട്, ആ 4 ചാപ്റ്ററിലെയും ഇവൻറ്റ്സ് ആദ്യം സംഭവിച്ചത് എന്താണ്, പിന്നെ സംബന്ധിച്ചത് എന്താണെന്നുള്ളൊരു കൃത്യമായ ഐഡിയ നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാകണം. അത് റീഅറേഞ്ച് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ വരിക. ജംബിൾഡ് ഓർഡറിൽ കൊടുക്കുന്നു, അത് നിങ്ങൾ കൃത്യമായ ഓർഡറിലേക്ക് മാറ്റി എഴുതുക. ചിലപ്പോൾ അത് അറേഞ്ച് ചെയ്ത് ഒരു പാരഗ്രാഫ് ആക്കാനായിരിക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് എടുത്ത് ഈവൻസ് ആയിട്ട് എഴുതുക മാത്രമായിരിക്കാം ക്വസ്റ്റ്യൻ. ഇതിലേതായാലും നിങ്ങൾക്ക് സുഖമായിട്ട് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു ആക്ടിവിറ്റിയാണിത്. നിങ്ങൾ ക്ലിയർ ആയിട്ട് ആ ചാപ്റ്റർ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് ഈ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് കഴിയും. ഓക്കെ, റിലേറ്റീവ് പ്രൊണോൺ ഇവിടെ കൊടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, റിലേറ്റീവ് പ്രൊണോൺ ഒന്നെങ്കിൽ എഡിറ്റിങ്ങിൻ്റെ ഭാഗമായിട്ടായിരിക്കാം ക്വസ്റ്റ്യൻ വരിക, അല്ലെങ്കിൽ ഒരു ആക്ടിവിറ്റി ആയിട്ട് തന്നെ ക്വസ്റ്റ്യൻ വരാനുള്ള ചാൻസ് ഉണ്ട്. അതായത് റിലേറ്റീവ് പ്രൊണോൺ എന്താണെന്നുള്ളത് നമ്മൾ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ഹൂ, വിച്ച്, ദാറ്റ് പോലെയുള്ള റിലേറ്റീവ് പ്രൊണോൺസ് ഉപയോഗിച്ച് സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യുന്ന ഏത് റിലേറ്റീവ് പ്രൊണോണാണ് കൃത്യമായിട്ട് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കി വെക്കാം. ഇത്രയാണ് നമുക്ക് എക്സാമിന് വേണ്ടിയിട്ട് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ്. അപ്പോൾ നല്ല രീതിയിൽ പഠിച്ചിട്ട് എക്സാമിന് പോവുക, മാക്സിമം മാർക്ക് സ്കോർ ചെയ്യുക. ഓൾ ദ വെരി ബെസ്റ്റ്.